ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളൊക്കെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളുടെ ഈ ചാപ്റ്റർ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. മുൻ യൂണിറ്റുകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? ന്യൂക്ലിയർ ഫിസിക്സ് അല്ലേ, എന്താണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പ്രാധാന്യം, ന്യൂക്ലിയസ് എന്താണ്, ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, ന്യൂക്ലിയർ റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ന്യൂക്ലിയർ റേഡിയേറ്റീവ് പാർട്ടിക്കിൾസ് അതായത് റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ, ബീറ്റ, ഗാമ ഇതുപോലെയുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് സയൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ മുതൽ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ വരെ നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട് അല്ലേ. അതിനൊക്കെ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസ്, അതല്ലെങ്കിൽ നമ്മൾ ബാക്ടീരിയാസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പാണ് അല്ലേ. ഇനി നമ്മൾ ഈ നാനോ ടെക്നോളജി, നാനോ മെറ്റീരിയൽസ്, നാനോ ലെവലിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൈക്രോസ്കോപ്പിക് പർപ്പസ്, അതായത് നമ്മൾ ഈ എന്താ പറയുക മാഗ്നിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? FESM, SEM, അതുപോലെ AFM, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലേ. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളുണ്ട്. അത്തരത്തിൽ പെടുന്ന ഒന്നാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആസ്ട്രോഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച്, ഉപഗ്രഹങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്? ടെലസ്കോപ്പ് അല്ലേ, ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ചും ന്യൂക്ലിയർ പാർട്ടിക്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ടെക്നിക്സ്, അതാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്സിലറേറ്റർ അല്ലേ? പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ടിക്കിളിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആക്സിലറേഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ഏതാണ് നമ്മൾ പാർട്ടിക്കിൾ? ഏതാണ് പാർട്ടിക്കിൾ? റേഡിയേറ്റീവ് പാർട്ടിക്കിൾ അല്ലേ. നോർമലി ഈ ന്യൂക്ലിയസിനകത്ത് നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾ ഓർ ബീറ്റ പാർട്ടിക്കിൾ അല്ലേ, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ന്യൂക്ലി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താക്കി എടുക്കാം? ന്യൂക്ലിയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ ന്യൂക്ലിയർ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ ഏതാണോ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ സോഴ്സ് പാർട്ടിക്കിളിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആക്സിലറേറ്റ് ചെയ്യിക്കണം. അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നമ്മൾ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം അല്ലേ? അപ്പം അവിടെയാണ് നമ്മൾ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാണ്, റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരുന്നു ഉപയോഗിച്ചത്? നമുക്കറിയാം, റുദർഫോർഡാണ് നമ്മളുടെ അറ്റോമിക് സ്ട്രക്ചറിന് അല്ലെങ്കിൽ ന്യൂക്ലിയസ്, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രലാണെന്നും പോസിറ്റീവ് ചാർജ് ആണെന്നും ആ പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ നമുക്ക് എവിഡൻറ്റിക്കലി പ്രൂവ് ചെയ്തു തന്ന ആളാണ് റുദർഫോർഡ്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു അത്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്തായിരുന്നു? നമ്മൾ ആൽഫ പാർട്ടിക്കിളിനെ റുദർഫോർഡ് എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിലേക്ക് നമ്മൾ റുദർഫോർഡ് ഇഞ്ചെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഇൻസിഡൻറ്റ് ചെയ്യാൻ ചെയ്തത് അല്ലേ. റുദർഫോർഡ് അലൗ ദ ആൽഫ പാർട്ടിക്കിൾ ടു കൊളൈഡ് വിത്ത് ഗോൾഡ് ഫോയിൽ. സോ അവിടെ എന്താ സംഭവിച്ചത്? ഉപയോഗിച്ചിരുന്ന ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ഹീലിയം ന്യൂക്ലിയസ്. സോ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പം ഈ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ ഒരു ഗോൾഡ് ആറ്റത്തിലേക്ക് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഗോൾഡ് ആറ്റത്തിൻ്റെ സെൻട്രൽ പോയിന്റിൽ അല്ലെങ്കിൽ സെൻട്രലാണ് എന്ത്? ന്യൂക്ലിയസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നമ്മൾ എന്തുണ്ടാവും? കൂളോംബിക് റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ കൂളോംബിക് റിപ്പൽഷൻ. സോ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു ടുവേർഡ്സ് ദി ആറ്റം ഓർ ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ആറ്റം. അങ്ങനെയാകുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്താണ് നമ്മൾ ക്രോസ് സെക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായി. ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ അല്ലേ. എന്തായിരുന്നു അത്? ഒരു സ്പെസിഫിക് ഏരിയക്കകത്തേക്ക് അല്ലെങ്കിൽ ഏത് സറൗണ്ടിങ്സിൽ വെച്ചാണോ പാർട്ടിക്കിൾ ന്യൂക്ലിയസ് ആയിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ, ആ ഏരിയ നമ്മൾ ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ എന്നൊക്കെ
പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ യൂണിറ്റുകളിൽ. സോ അത് നിങ്ങളൊന്നുകൂടെ ഓർക്കാം, ഈ ഭാഗത്ത് ഒന്നുകൂടെ ഓർത്തെടുക്കാം. സോ ഇവിടെ എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തും ഈ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. എന്ത് ചെയ്യും, അത് നോർമലി എന്ത് ചെയ്യും, ത്രൂ ഔട്ട് അത് കടന്നു പോകും അല്ലേ. നമ്മളുടെ ഈ ആറ്റത്തിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഔട്ട്സൈഡ് പുറത്തേക്ക് വന്നോളൂ അല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ അകത്തേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയസിനോട് ചേർന്നിട്ടാണ് ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്യുന്നതെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും എന്ത് ചെയ്യും, റിപ്പിൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പാത്തിൽ ഡീവിയേഷൻ ഉണ്ടാവും, സ്കാറ്ററിങ് നടന്നുകൊണ്ട് ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോകും. ഇത് നോക്കും നിങ്ങൾ, കറക്റ്റ് ന്യൂക്ലിയസ് സെൻറ്ററിലേക്കാണ് ആൽഫ പാർട്ടിക്കിൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും, ആ സ്കാറ്ററിങ് അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് ഹൈ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പാത്ത് ഡീവിയേഷൻ അവിടെ ഉണ്ടാവും. സോ ഈ പാത്ത് നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ആ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് അനുസരിച്ച് ഉണ്ടാകുന്ന പാത്ത് ഡീവിയേഷനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം ഇവിടെ ആൽഫ പാർട്ടിക്കിളിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും പോസിറ്റീവ് ചാർജ് കൊണ്ട് കൂളോംബിക് റിപ്പൽഷൻ കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാവുന്നു പാത്ത് ഡീവിയേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സ്കാറ്ററിങ് നടക്കുന്നു. സോ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിന് സ്കാറ്ററിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ സെൻട്രൽ പോയിന്റിലാണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ റുദർഫോർഡ് ആ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പം ഇത് തന്നെയാണ് നമ്മളുടെ ആക്സലറേറ്റേഴ്സിൻ്റെയും പ്രാധാന്യം വരുന്നത്. കാരണം ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻസിഡൻറ്റ് ചെയ്യണം. എന്ത്, ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ ആരുമായിട്ട്, നമ്മളുടെ ന്യൂക്ലിയസുമായിട്ട് അവിടെ ഒരു റിയാക്ഷൻ നടക്കണം, അല്ലെങ്കിൽ കൊളീഷൻ നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ എന്ത് വേണം, ഈ ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസും തമ്മിലുള്ള കൂളോംബിക് റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ കഴിയണം അല്ലേ. നമുക്കറിയാം നോർമലി ഒരു റേഡിയേഷൻസിൻ്റെ ഫലമായിട്ട് പുറത്ത് എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും അല്ലേ. 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിരിക്കും. ബട്ട് ഒരു ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിൾ നമ്മളുടെ കൂളോംബിക് റിപ്പൽഷൻ്റെ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ, ആ ബാരിയർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് 20 to 30 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. എന്ന് വെച്ചാൽ ഒരു ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജിയേക്കാൾ ഒരു 5-6 മടങ്ങ് അല്ലേ, 5-6 മടങ്ങ് അധികമാണ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിൾ നമ്മൾ റിപ്പൽഷൻ എന്ന് പറയുന്നത്. ആ റിപ്പൽഷൻ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, കൂളോംബിക് റിപ്പൽഷൻ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് ബൊംബാർഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ അങ്ങനെ ബൊംബാർഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളുടെ ഇൻസിഡൻറ്റ് ആൽഫ പാർട്ടിക്കിളിന് ഈ കൂളോംബിക് റിപ്പൽഷനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള എനർജി കിട്ടണം. അപ്പം 4 അല്ലെങ്കിൽ 9 മെഗാ ഇലക്ട്രോൺ വോൾട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ നമ്മൾ എവിടെ എത്തിക്കണം, ബിറ്റ്വീൻ 20 to 30 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് എത്തിക്കണം അതിൻ്റെ എനർജി. എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് മൂവ്മെൻ്റ് ആണ്, ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജി കൂട്ടണം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അല്ലേ, 12mv² നമ്മൾ പഠിച്ചാണ്. സോ വെലോസിറ്റി അധികപ്പെടുത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ 9 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ഉണ്ടാവുന്ന ആൽഫ പാർട്ടിക്കിൾ നമുക്ക് 20 or 25 മെഗാ ഇലക്ട്രോൺ അല്ലെങ്കിൽ 30 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് എത്തിക്കാനും അതുവഴി ഈ കൊളീഷൻ നടത്താനും അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ നടത്താനും സാധിക്കും. സോ നമുക്ക് എന്ത് കിട്ടും, ഈ ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ഈ ആക്സിലേറ്റർ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, പ്രാധാന്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ റേഡിയേറ്റീവ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കണം. എന്തിനു വേണ്ടിയിട്ട്, ഈ കൂളോംബിക് റിപ്പൽഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്താക്കണം, കൈനറ്റിക് എനർജി കൂട്ടണം. കൈനറ്റിക് എനർജി കൂട്ടണമെങ്കിൽ അവിടെ വെലോസിറ്റി അധികമാവണം. വെലോസിറ്റി അധികമാണെങ്കിൽ അതിന് മീനിങ് എന്താണ്, നമ്മളതിനെ ആക്സലറേറ്റ് ചെയ്യിക്കണം, പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, ആക്സലറേറ്റേഴ്സ് ഉപയോഗിക്കാം, പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സ് ഉപയോഗിക്കാം. സോ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പം ഏത് ടൈപ്പ് പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നത് അതിൻ്റെ അപ്ലിക്കേഷനെ അനുസരിച്ചിരിക്കും. അപ്ലിക്കേഷൻസ് എന്താണ്, ന്യൂക്ലിയർ സ്റ്റഡി അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ സ്റ്റഡീസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ, നമുക്ക് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ സൈസ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെയോ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഓഫ് ന്യൂക്ലിയസ്,
ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഇൻഡ്യൂസസ് ന്യൂക്ലിയർ റിയാക്ഷൻസ് നമുക്ക് നടത്താം അല്ലേ. ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസായിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തും. അതുപോലെ തന്നെ സ്റ്റഡി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നമുക്ക് നടത്താൻ കഴിയും ഇതിലൂടെ, ഈ കൊളീഷൻ വഴി. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ കഴിയും. എങ്ങനെ? പാർട്ടിക്കിൾ ആക്സലറേറ്റർ ഉപയോഗിച്ച് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ കൊളീഷനിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയാണത്? സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, സൈസ് ഓഫ് ന്യൂക്ലിയസ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഓഫ് ന്യൂക്ലിയസ്, ഇൻഡ്യൂസസ് ന്യൂക്ലിയർ റിയാക്ഷൻ ആൻഡ് സ്റ്റഡി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പം ഈ അപ്ലിക്കേഷനെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശത്തിനെ അനുസരിച്ച് നമുക്ക് എന്താണ് ഉപയോഗം അതിനനുസരിച്ച് നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ എനർജിയെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, മെയിൻലി 3 types ഓഫ് കാറ്റഗറീസ് നടത്താം. അതിൽ ഫസ്റ്റ് വൺ ലോ എനർജറ്റിക് പാർട്ടിക്കിൾ, സെക്കൻഡ് വൺ മീഡിയം എനർജറ്റിക് പാർട്ടിക്കിൾ ആൻഡ് ദ തേർഡ് വൺ ഹൈ എനർജറ്റിക് പാർട്ടിക്കിൾ. സോ ലോ എനർജറ്റിക് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ 10 to 100 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് നമുക്ക് ഈ സോഴ്സിനെ നമുക്ക് 10 to 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആക്സിലറേറ്റേഴ്സിനെ നമുക്ക് ലോ എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയാം. എന്താണ്? 10 മുതൽ 100 വരെ മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി നമുക്ക് ഈ പാർട്ടിക്കിളിന് കൊടുക്കാൻ കഴിയും. ഏതുപയോഗിച്ചിട്ട്? ലോ എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ആക്സിലറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇനി മീഡിയം എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണെങ്കിൽ എന്താണ് നമ്മളുടെ സോഴ്സ് ഓഫ് എനർജി? നമ്മൾ ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിറ്റ്വീൻ 100 to 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. 100 മുതൽ 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ വരും. ഇനി നമ്മൾ ഹൈ എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ എങ്ങനെ വരും? അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എബവ് 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ അധികമായിട്ട് വരും. അല്ലെങ്കിൽ 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ടേക്കാൾ അധികം എനർജി നമ്മളുടെ ആൽഫ പാർട്ടിക്കിളിന് ലഭിക്കും. എങ്ങനെ? ബൈ യൂസിങ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്. റൈറ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലോ എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണെങ്കിൽ അതിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ബിറ്റ്വീൻ 10 to 100 മെഗാ ഇലക്ട്രോൺ വോൾട്ടുള്ള ആൽഫ പാർട്ടിക്കിളിനെ നമുക്ക് എന്തിനുപയോഗിക്കാം? ടു സ്റ്റഡി സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിലോ സൈസ് ഓഫ് ന്യൂക്ലിയസിന്റെ സൈസ് എത്രയെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് മീഡിയം എനർജറ്റിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ആണെങ്കിൽ, അതായത് 100 to 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ടു സ്റ്റഡി ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഓഫ് ന്യൂക്ലിയസിന്റെ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാനായിരിക്കും. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ എനർജറ്റിക് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എബവ് 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പം എബവ് 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് കൂടുതലായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻഡ്യൂസസ് ന്യൂക്ലിയർ റിയാക്ഷൻസ് വേണം. കാരണം എന്താ? ഈ ന്യൂക്ലിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യണം. ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജാണ്. സോ ഈ കൂളോംബിക് റിപ്പൾഷനെ ഓവർകം ചെയ്തിട്ട് ഇതുമായിട്ട് കൊളൈഡ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി കിട്ടണം. സോ എബവ് 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അതിൻ്റെ എനർജി. So above 1000 mega electron volt ആണെങ്കിൽ definitely they will collide each other and induces nuclear reactions. Also for study fundamental particles. ന്യൂക്ലിയസിനകത്തുണ്ടാവുന്ന അല്ലെ ന്യൂക്ലിയസിന്റെ മേക്കപ്പ് പാർട്ടിക്കിൾ ഏതൊക്കെയാണോ ആ പാർട്ടിക്കിളിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ എനർജറ്റിക് പാർട്ടിക്കിൾ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉള്ള പാർട്ടിക്കിൾസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് നടത്തുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി
2 ടൈപ്സ് ആണുള്ളത്. 2 തരത്തിലാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റർ. സെക്കൻഡ് വൺ ഇലക്ട്രോമാഗ്നെറ്റിക് ആക്സിലറേറ്റർ. What is electromagnetic accelerator? സോ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്ററിൻ്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഉപയോഗിക്കുന്ന ഈ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിരിക്കും. എന്നാൽ ഇലക്ട്രോമാഗ്നെറ്റിക് ആക്സിലറേറ്റർ ആണെങ്കിൽ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോമാഗ്നെറ്റിക് സോഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഇലക്ട്രോമാഗ്നെറ്റിക് ആക്സിലറേറ്റേഴ്സിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, സൈക്ലിക് ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നെറ്റിക് ആക്സിലറേറ്റർ ഓർ സൈക്ലിക് ആക്സിലറേറ്റേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ 2 കാറ്റഗറീസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ.